ലൈവില് ഗബ്രി ആകെ തകർന്ന് ഭക്ഷണം പോലും കഴിക്കാതെ ഒറ്റയ്ക്കിരിക്കുന്ന ഗബ്രിയെ കാണാനായിട്ട് സാധിച്ചു. അതിനുശേഷം ജാസ്മിൻ വന്ന് ഗബ്രിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി പറയുന്നത് ഞാൻ ഷോ ക്വിറ്റ് ചെയ്യാണ് എന്നാണ്. ഞാൻ തോറ്റുപോയി, ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, എല്ലാവരും കുറ്റപ്പെടുത്തും, ഒറ്റപ്പെടുത്തും, എനിക്കിനി ഇവിടെ തുടരുന്നതിനോട് ഒട്ടും താല്പര്യമില്ല, ഞാൻ തെറ്റുകാരനായി മാറിയിരിക്കുന്നു, ഞാൻ മാത്രമാണ് തെറ്റുകാരൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ഞാൻ ഗെയിമിൽ തുടരുന്നില്ല എന്നാണ് ഗബ്രി ജാസ്മിന്റെ അടുത്ത് പറയുന്നത്. അപ്പൊ ജാസ്മിൻ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പറയുന്നു ജാസ്മിൻ നമുക്ക് ഒരുമിച്ച് ക്വിറ്റ് ചെയ്യാം എന്നാണ് അവിടെ ജാസ്മിൻ പറയുന്നത്. അതിന് ഗബ്രി സമ്മതിക്കുന്നില്ല. നീ ഇവിടെ നിൽക്കണം, നീ ഗെയിം കളിക്കണം എന്നാണ് ജാസ്മിന്റെ അടുത്ത് പറയുന്നത്. പക്ഷെ ജാസ്മിൻ പറയുന്നത് ഞാൻ പുറത്തു പോയാലും ഗബ്രി നിനക്ക് ഗെയിം കളിക്കാനായിട്ട് സാധിക്കും, പക്ഷെ നീ പോയി കഴിഞ്ഞാൽ എനിക്ക് ഗെയിം കളിക്കാൻ കഴിയില്ല എന്നാണ് ജാസ്മിൻ അവിടെ ഗബ്രിയുടെ അടുത്ത് പറയുന്നത്. ഗബ്രിയെ ഏറെ തളർത്തിയ ഒരു വിഷയം എന്ന് പറയുന്നത് റസ്മിനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. റസ്മിനുമായി ഒരു ഫിസിക്കൽ അറ്റൻഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ താല്പര്യം തോന്നുന്നു എന്നുള്ള തരത്തിൽ ഹൗസിലുള്ളവർ പറഞ്ഞത്, അത് ചോദ്യം ചെയ്തതാണ് അവിടെ ഏറ്റവും കൂടുതൽ ഗബ്രിയെ വിഷമിപ്പിച്ചിരിക്കുന്നത്. ജാസ്മിനുമായിട്ട് പറയുന്നതിൽ ഉപരിയായിട്ട് അവിടെ ഗബ്രിയെ ഇല്ലാണ്ടാക്കിയത് റസ്മിനുമായിട്ടുള്ള ആ റിലേഷനെ ചോദ്യം ചെയ്തതാണ്. അത് പിന്നീട് സായി വന്ന് സംസാരിക്കുന്നുണ്ട്. നിനക്കത് എടുത്തു നിന്ന് ചോദിക്കാമായിരുന്നില്ലേ, നീ എന്തുകൊണ്ട് ആ സമയത്ത് മൗനമായിരുന്നു, നിനക്കത് ലാലേട്ടനോട് ചോദിക്കായിരുന്നില്ലേ, ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ പ്ലേ ചെയ്യൂ, ഇവരെന്താർത്ഥത്തിലാണ് ഇങ്ങനെ പറയുന്നത് എന്ന് നിനക്ക് ചോദിക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഗബ്രിയുടെ അടുത്ത്. ഗബ്രി പറയുന്നത് ഞാൻ തോറ്റുപോയി, ഇനി എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നാണ് ഗബ്രി അവിടെ പറയുന്നത്. എന്തായാലും ജാസ്മിനും ഗബ്രിയും മൊത്തത്തിൽ തകർന്ന അവസ്ഥയാണ്. ഇനി അവർക്ക് ഗെയിം കളിച്ച് മുന്നോട്ട് വരാ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയത്. അത്രയും തകർന്ന അവസ്ഥയിലാണ് ജാസ്മിനും ഗബ്രി ഇരിക്കുന്നത്. രണ്ടുപേരും ഷോ ക്വിറ്റ് ചെയ്യാനുള്ള ചാൻസും നമുക്കവിടെ തള്ളിക്കളയാനാവില്ല. അത്രയ്ക്കും താഴ്ന്ന ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഇനി വീട്ടിലുള്ളവർ മുഴുവനായി അവരെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇറങ്ങി പോകാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത്രയ്ക്ക് തകർന്ന അവസ്ഥയിലാണ് അവരവിടെ ഇരിക്കുന്നത്. മൊത്തത്തിൽ ഇന്ന് അതുപോലെ നാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ജാസ്മിനെ കുറച്ച് വെളുപ്പിക്കുകയും ഗബ്രിയെ മാത്രം കുറ്റക്കാരനാക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടന്നത് എന്ന് വീഡിയോ പ്ലേ ചെയ്ത് കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നിയ ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ ഗബ്രി മാത്രം കുറ്റക്കാരനാവുന്നില്ല, അതിനൊപ്പം നിന്ന് ജാസ്മിനും തെറ്റുകാരിയല്ലേ. ഒരാളെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിപ്പ് തോന്നുന്നില്ല. അതിൽ രണ്ടുപേരും തെറ്റുകാരാണ് എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നതും. ഇപ്പൊ ലൈവ് കാണുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഗബ്രിയെ ഒറ്റയ്ക്കാക്കാനായിട്ട് ജാസ്മിൻ അവിടെ സമ്മതിക്കുന്നില്ല. ഗബ്രിക്ക് കൂട്ടായിട്ട് ജാസ്മിൻ ഉണ്ട് എന്ന് തന്നെയാണ് ജാസ്മിൻ അവിടെ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്.